ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റെഡ്മി നോട്ട് 8 Pro വേഴ്സസ് സാംസങ് M30s സ്പീഡ് ടെസ്റ്റ് ആണ്. ഏത് ഫോണായിരിക്കും ഒന്നാമത് എത്തുക, ഏത് ഫോണിനാണ് ബെറ്റർ റാം മാനേജ്മെന്റ് ഉള്ളതെന്നും നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സ്പീഡ് ടെസ്റ്റ് 2 റൗണ്ട് ആയിട്ടാണ് നടത്തുന്നത്. ഫസ്റ്റ് റൗണ്ടിൽ ചെറിയ ആപ്സ് ആണ് തുറന്നു നോക്കുന്നത്. സെക്കൻഡ് റൗണ്ടിൽ കൂടുതൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ആപ്സ് ആണ് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുന്നത്. രണ്ട് ഫോണിൻ്റെയും റീസെൻറ്റ് ആപ്സ് എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്റ്റോപ്പ് വാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഫസ്റ്റ് റൗണ്ടിൻ്റെ ഫസ്റ്റ് ലാപ്പ് റെഡ്മി നോട്ട് 8 Pro 1 മിനിറ്റും 7 സെക്കൻഡ് കൊണ്ട് പൂർത്തിയാക്കിയിരിക്കുകയാണ്. സാംസങ് M30s 1 മിനിറ്റും 24 സെക്കൻഡ് എടുത്തിട്ടാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് റാം മാനേജ്മെൻറ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഒരു മിനിറ്റും 57 സെക്കൻഡ് കൊണ്ട് സാംസങ് M30s ഫസ്റ്റ് റൗണ്ട് പൂർത്തിയാക്കിയിരിക്കുകയാണ്. അതേസമയം റെഡ്മി നോട്ട് 8 Pro 2 മിനിറ്റും 9 സെക്കൻഡും എടുത്തിട്ടാണ് ഫസ്റ്റ് റൗണ്ട് പൂർത്തിയാക്കിയിരിക്കുന്നത്. അപ്പം നല്ലൊരു റാം മാനേജ്മെൻറ്റ് സാംസങ്ങിന് തന്നെയാണ് തീർച്ചയായും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. റെഡ്മി നോട്ട് 8 Proയ്ക്ക് റാം മാനേജ്മെൻറ്റ് കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇനി നമുക്ക് സെക്കൻഡ് റൗണ്ടിലേക്ക് പോവാം. കൂടുതൽ ഇൻറ്റൻസീവ് ആപ്സ് ഏത് ഫോണിനാണ് നന്നായി മാനേജ് ചെയ്യാൻ കഴിയുക എന്ന് നോക്കാം. ഏറ്റവും നല്ല പെർഫോമൻസ് ഇൻറ്റൻസീവ് ആപ്സ് തുറക്കുമ്പോൾ ഏത് ഫോണാണ് നൽകുന്നത് നമുക്ക് നോക്കാം.
സെക്കൻഡ് റൗണ്ടിൽ ഇൻറ്റൻസീവ് ആപ്സ് തുറന്നു നോക്കുമ്പോൾ 2 മിനിറ്റും 50 സെക്കൻഡ് കൊണ്ട് ഫസ്റ്റ് ലാപ്പ് റെഡ്മി നോട്ട് 8 പ്രോ പൂർത്തിയാക്കിയിരിക്കുകയാണ്. അതേസമയം 3 മിനിറ്റും 39 സെക്കൻഡ് കൊണ്ടാണ് സാംസങ് M30s ഫസ്റ്റ് ലാപ്പ് പൂർത്തിയാക്കിയത്. ഇനി നമുക്ക് റാം മാനേജ്മെൻറ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. സാംസങ് M30sനെ ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ട് 5 മിനിറ്റും 28 സെക്കൻഡ് കൊണ്ട് റെഡ്മി നോട്ട് 8 പ്രോ സെക്കൻഡ് റൗണ്ടും പൂർത്തിയാക്കിയിരിക്കുകയാണ്. അതേസമയം സാംസങ് M30s 7 മിനിറ്റും 7 സെക്കൻഡും എടുത്തിട്ടാണ് സെക്കൻഡ് റൗണ്ട് പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് റീബൂട്ടിംഗ് ടൈം കൂടി നോക്കാം. ഏത് ഫോണാണ് ഏറ്റവും വേഗത്തിൽ റീബൂട്ടിംഗ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ നമുക്ക് കാണാം റെഡ്മി നോട്ട് 8 പ്രോ 25 സെക്കൻഡ് കൊണ്ട് റീബൂട്ട് ചെയ്ത് വന്നിരിക്കുകയാണ്. അതേസമയം സാംസങ് M30s 27 സെക്കൻഡ് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു ഗെയിമിങ്ങിന് പറ്റിയൊരു ഫോൺ റെഡ്മി നോട്ട് 8 പ്രോ തന്നെയാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. നല്ല ഇൻറ്റൻസീവായിട്ടുള്ള ആപ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ല ഓപ്ഷൻ റെഡ്മി നോട്ട് 8 പ്രോയാണ്. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗിവ് അവേയിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് സമ്മാനങ്ങൾ നേടാം.